ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജാസിൻ്റെ ഇന്നത്തെ വീഡിയോ ഫംഗൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ദദ്രുവ് ആയുർവേദത്തെ കോറിലേറ്റ് ചെയ്യുന്ന കണ്ടീഷനെ കുറിച്ചാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ആയുർവേദത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള ക്രീമുകൾ, ഓയിൻമെൻറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് എന്താണ് എവിടെയൊക്കെയാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയെന്നെ കുറിച്ച് നോക്കാം. പ്രത്യേകിച്ച് വായു സഞ്ചാരമില്ലാത്ത സ്ഥലങ്ങളിലും അതുപോലെ തന്നെ മഴക്കാലത്തൊക്കെയാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈർപ്പം കൂടുതൽ തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ശരീരഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഈ ഫംഗസ് വളരാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈർപ്പമുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ വായു സഞ്ചാരമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ വസ്ത്രങ്ങൾ വെയിലത്തിട്ട് ഉണക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നനഞ്ഞ ഡ്രസ്സുകൾ ഇടാതിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, കോട്ടൺ തുണികൾ, വായു സഞ്ചാരം കൂടിയിട്ടുള്ള കോട്ടൺ തുണികൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് സ്കാൽപ്പ് അല്ലെങ്കിൽ തലയിൽ നമുക്ക് സാധാരണയായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ കാണാൻ സാധ്യതയുണ്ട്. ഇതിൽ നമുക്ക് വട്ടത്തിൽ ചൊറിച്ചിൽ കണക്ക് അനുഭവപ്പെടുക, അതുപോലെ തന്നെ അമിതമായ ചൊറിച്ചിൽ, അതുപോലെ തന്നെ പൊടിയായിട്ട് ഇളവി വരിക, അതുപോലെ തന്നെ ആ ഭാഗം നന്നായിട്ട് ചുവന്നിരിക്കുക, അതുപോലെ തന്നെ ടെമ്പറേച്ചർ അവിടുത്തെ ചൂട് കൂടുതലായിരിക്കുക, അതുപോലെ തന്നെ അവിടെ സ്വെല്ലിംഗ് പോലെ കാണുക അല്ലെങ്കിൽ നീർക്കെട്ട് പോലെ കാണുക. ഇതൊക്കെ പ്രത്യേകിച്ചും ചൊറിച്ചിലാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. ഇത് നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് തലയോട്ടിയിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ്. ഇതുപോലത്തെയുള്ള സിംറ്റംസ് നമുക്ക് കാണാം. ഇതുപോലെ തന്നെ നമുക്ക് നെയിൽ ബഡ്സിലും അല്ലെങ്കിൽ നഖത്തിൻ്റെ അടിയിലും ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ നെയിലിൻ്റെ കളർ വ്യത്യാസം വരിക, അല്ലെങ്കിൽ വൈറ്റ് കളറാവുക, അല്ലെങ്കിൽ ഒരു യെല്ലോ മഞ്ഞ കളറിൽ നഖത്തിൻ്റെ അടിയിൽ കാണുക. അതുപോലെ തന്നെ അവിടെ നിന്ന് ഫൗൾ സ്മെല്ല് വരിക, അതുപോലെ തന്നെ നഖത്തിൻ്റെ അടിയിൽ നിന്ന് നഖം വിട്ട് നിൽക്കുക, അതുപോലെ തന്നെ അത് പെട്ടെന്ന് പൊട്ടിപ്പോവുക, നഖം പൊട്ടിപ്പോണ അവസ്ഥ, അതുപോലെ തന്നെ നമുക്ക് നഖം നന്നായിട്ട് തിക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ കട്ടി കൂടിയ അവസ്ഥ, അതുപോലെ തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേദനയും ചൊറിച്ചിലും ഒക്കെ അനുഭവപ്പെടുക. ഇതൊക്കെയാണ് സാധാരണയായിട്ട് നെയിലിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇനി നമുക്ക് അതുപോലെ തന്നെ മഴക്കാലത്തൊക്കെ നമുക്ക് ഫീറ്റ് അല്ലെങ്കിൽ പാദത്തിൽ സാധാരണയായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് സാധാരണയായിട്ട് നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുക, അതുപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ അവിടുന്ന് പാളി പോലെ തൊലി ഇളവി വരിക, അതുപോലെ തന്നെ ചൊറിച്ചിൽ നല്ല ചുവപ്പ് കളറിലിരിക്കുക, അവിടുത്തെ ചൂട് കൂടുതലായിട്ടിരിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ സ്കിൻ ഫോൾഡുകളിൽ അല്ലെങ്കിൽ തൊലിയുടെ മടക്കുകളിൽ നമുക്ക് അധികം ഈർപ്പം നിൽക്കുന്നതും അതുപോലെ തന്നെ വായു സഞ്ചാരം ഇല്ലാത്തതും ആദ്യം സൂര്യപ്രകാശം ഏൽക്കാത്തതുമായിട്ടുള്ള ശരീരഭാഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ തുടയുടെയൊക്കെ ഇടയിൽ, സ്കിന്നുകളുടെ ഇടയിൽ നമുക്ക് സാധാരണയായിട്ട് ഇതുപോലത്തെ ഇൻഫെക്ഷൻസ്, ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിൻ്റെ പ്രധാന സിംറ്റം എന്ന് പറയുന്നത് അധികമായിട്ടുള്ള ചൊറിച്ചിൽ, അതുപോലെ തന്നെ അവിടെ നല്ല ചുവന്ന നിറത്തിൽ കാണുക, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കുക, അവിടെ ചൂട് കൂടുതലായിരിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സിംറ്റംസ്. ഇനി ഇതിൻ്റെ ആയുർവേദ ചികിത്സകൾ എന്തൊക്കെയാണെന്നെ കുറിച്ച് നോക്കാം. വാസു ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ആൻറ്റി ഫംഗൽ ക്രീമായിട്ടുള്ള ക്യൂട്ടിസ് ക്രീം വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ആൻറ്റി ഫംഗൽ മെഡിക്കേഷനാണ്. ഇത് നമുക്ക് അത്ലറ്റ്സ് ഫുഡ് പോലുള്ള കണ്ടീഷൻസ്, അതായത് പാദത്തിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിൽ, പ്രത്യേകിച്ച് മൺസൂൺ സീസണിൽ കാണപ്പെടുന്ന വിരലിൻ്റെ ഇടയിലൊക്കെ വരുന്ന നമ്മുടെ ചൊറിച്ചിൽ, അതുപോലെ തന്നെ വളം കടി എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസിന് നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലേപനമാണ് ക്യൂട്ടിസ് ക്രീം. അതുപോലെ തന്നെ നമുക്ക് പ്രയോജനമായിട്ടുള്ള മറ്റൊരു ലേപനം എന്ന് പറയുന്നത് മഹാതിക്ത ഘൃതമാണ്. ഇത് സാധാരണ നമുക്ക് ടീനിയ ക്യാപിറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ്, അതായത് സ്കാൽപ്പിൽ വരുന്ന സാധാരണയായിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുർവേദ ലേപനമാണ് മഹാതിക്ത ഘൃതത്തിൻ്റെ ഓയിൻമെൻറ്റ് ഫോം. ഇത് കോട്ടക്കൽ ആയുർവേദശാലയുടെ പ്രിപ്പറേഷനാണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കേഷനാണ് മഹാതിക്ത ലേപം. അതുപോലെ തന്നെ നമുക്ക് പ്രയോജനമായിട്ടുള്ള മറ്റൊരു ആയുർവേദ ലേപനം എന്ന് പറയുന്നത് മഞ്ചിഷ്ടാദി ലേപമാണ്. ഇത് ശാന്തിഗിരിയുടെ പ്രോഡക്റ്റാണ്. അതിന് നമുക്ക് സാധാരണയായിട്ട് നെയിലിൽ വരുന്ന ഇൻഫ്ലമേഷൻ, അതായത് നഖത്തിൻ്റെ അടിയിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലേപനമാണ് മഞ്ചിഷ്ടാദി ലേപം. അതുപോലെ തന്നെ നമുക്ക് പ്രയോജനമായിട്ടുള്ള മറ്റൊന്ന് പറയുന്നത് രസോത്തമാദി ലേപമാണ്. ഇത് സാധാരണ നമുക്ക് സീതാറാമിൻ്റെയൊക്കെ രസോത്തമാദി ലേപം നമ്മൾ
ഉപയോഗിക്കുന്നത് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസിന് വളരെ ഫലപ്രദമാണ്. ഇത് സാധാരണ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെല്ലാം വളരെ പ്രയോജനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലേപനങ്ങളാണ്. ലേപനങ്ങൾ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ നന്നായിട്ട് ആ ഭാഗം വാഷ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു തോർത്ത് കൊണ്ട് നന്നായിട്ട് ആ ഭാഗത്ത് ഈർപ്പമെല്ലാം നമ്മൾ മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ക്രീമുകൾ, ലേപനങ്ങൾ അവിടെ ഇടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് അവൈലബിൾ ആണ് നമുക്ക് ആയുർവേദത്തിൽ. അത് നമ്മുടെ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ, ആയുർവേദ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോടെ നമുക്ക് പ്രയോജനമായിട്ടുള്ള ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് നമുക്ക് ലഭ്യമാണ്. വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.